അപ്പോൾ നമ്മൾ മോർണിംഗ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്വാണ്ടം വെൽ എന്താണ് ക്വാണ്ടം വെൽ എന്ന്, അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ക്വാണ്ടം വെൽ എന്താണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ക്വാണ്ടം വെൽ എന്ന് പറഞ്ഞാൽ, ഒരു മെറ്റീരിയൽ, ഒരു സെമി കണ്ടക്ടർ മെറ്റീരിയലിൽ പ്രത്യേക ഒരു പോർഷനിൽ, ഒരു പെർട്ടിക്കുലർ പോർഷനിൽ വേറൊരു ഫീച്ചേഴ്സും വേറൊരു ക്വാളിറ്റീസും ഒക്കെ വരുന്ന അതിനെയാണ് നമ്മൾ ക്വാണ്ടം വെൽ എന്ന് പറയുന്നത്. സോ എന്താണ് ക്വാണ്ടം വെല്ല് പറ്റുന്നത്? ഒരു വെല്ല് പോലൊന്ന് ക്രിയേറ്റ് ആവുകയാണ് വിത്ത് ഡിഫറെൻറ്റ് ഫീച്ചേഴ്സ് അതർ ദാൻ ദാറ്റ് ഓഫ് ദ ബൾക്ക് മെറ്റീരിയൽ. അപ്പോൾ ഈ ബൾക്ക് മെറ്റീരിയലിൻ്റെ കണ്ടക്ഷൻ ബാൻഡ് അതുപോലെ വാലൻസ് ബാൻഡ് എന്ന് പറയുന്നതിന് ബിറ്റ്വീനുള്ള എനർജി ലെവൽസിനാണ് നമ്മൾ Eg ബാരിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതല്ലാതെ ഇതിന് ഇൻ ബിറ്റ്വീനായിട്ട് പുതിയ രണ്ട് ബാൻഡ്സ് ക്രിയേറ്റ് ആവുകയാണ്. അപ്പോൾ ആ ബാൻഡ്സിനിടയിലുള്ള ആ ഭാഗത്തിനെയാണ്, അവിടുത്തെ ബാൻഡ് ഗ്യാപ്പ് എനർജിയാണ് എന്ത്, Eg ക്വാണ്ടം വെൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പോർഷനാണ് ക്വാണ്ടം വെൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ Eg വെല്ലുണ്ട്, Eg ക്വാണ്ടം വെല്ലുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് പറഞ്ഞാൽ എന്താണ് Eg ക്വാണ്ടം വെല്ലിനെയാണ് നമ്മൾ എമിഷൻ എനർജി എന്ന് പറയുന്നത്. അതായത് ആ ക്വാണ്ടം വെല്ലിൻ്റെ എനർജി ഗ്യാപ്പ്, അതാണ് Eg വെൽ എന്ന് പറയുന്നത്, Eg ക്വാണ്ടം വെൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ Eg വെല്ലുണ്ട്, അതുപോലെ ക്വാണ്ടൈസ്ഡ് ഇലക്ട്രോൺ എനർജി, ക്വാണ്ടൈസ്ഡ് ഹോൾ എനർജി ഒക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ അഡ്വാൻറ്റേജസ്, ആപ്ലിക്കേഷൻസ് ഒക്കെ പറഞ്ഞു. ഇനി മൾട്ടിപ്പിൾ ക്വാണ്ടം വെൽസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ക്വാണ്ടം വെൽസ് ഒരു മെറ്റീരിയലിൽ ക്രിയേറ്റഡ് ആവുകയാണ്. അപ്പോൾ ഈ മൾട്ടിപ്പിൾ ക്വാണ്ടം വെൽസ് ആകുമ്പോൾ സിംഗിൾ ക്വാണ്ടം വെല്ലിനേക്കാളും വളരെയധികം അഡ്വാൻറ്റേജസും ഫീച്ചേഴ്സും കൂടുതലാണ് ഈ മൾട്ടിപ്പിൾ ക്വാണ്ടം വെൽസിന്. ഇനി ഇപ്പം നമ്മൾ പറയാൻ പോകുന്നത് ക്വാണ്ടം കൺഫൈൻഡ് സ്റ്റാർക്ക് ഇഫക്റ്റിനെ കുറിച്ചാണ്. സ്റ്റാർക്ക് ഇഫക്റ്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. എന്തായിരുന്നു സ്റ്റാർക്ക് ഇഫക്റ്റ് എന്ന് വെച്ചാൽ? സ്റ്റാർക്ക് ഇഫക്റ്റ് എന്ന് വെച്ചാൽ സ്പെക്ട്രൽ ലെൻസിലുണ്ടാവുന്ന ചേഞ്ചസ്, അതിനെയാണ് സ്റ്റാർക്ക് ഇഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് അപ്പോൾ ദ ആപ്ലിക്കേഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആപ്ലിക്കേഷനിൽ അറ്റോമിക് എനർജിയിൽ ഉണ്ടാവുന്ന ചേഞ്ചസ്, അതാണ് സ്റ്റാർക്ക് ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ക്വാണ്ടം കൺഫൈൻഡ് സ്റ്റാർക്ക് ഇഫക്റ്റ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? ആസ് ദ നെയിം സജസ്റ്റ്, ഇറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ അറ്റോമിക് എനർജി ഇൻ ദ ക്വാണ്ടം വെൽ. ആ ഒരു ക്വാണ്ടം വെല്ലിൽ ഉണ്ടാവുന്ന എനർജി ലെവലിലെ ചേഞ്ചിനെയാണ് നമ്മൾ ക്വാണ്ടം കൺഫൈൻഡ് സ്റ്റാർക്ക് ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഡിസ്ക്രൈബ്സ് ദ ഇഫക്റ്റ് ഓഫ് ആൻ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് അപ്പോൺ ദ ലൈറ്റ് അബ്സോർപ്ഷൻ സ്പെക്ട്രം ഓർ എമിഷൻ സ്പെക്ട്രം ഓഫ് എ ക്വാണ്ടം വെൽ. അതായത് നമ്മൾ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പം ലൈറ്റിൻ്റെ അബ്സോർപ്ഷനിൽ അല്ലെങ്കിൽ എമിഷനിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ് എന്ത്, ക്വാണ്ടം കൺഫൈൻഡ് സ്റ്റാർക്ക് ഇഫക്റ്റ്. ഇൻ ദ ആബ്സെൻസ് ഓഫ് ആൻ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്, ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് within the quantum well may only occupy the states within the discrete set of energy subbands. അപ്പോൾ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ഒന്നുമില്ല, ഒരു നോർമൽ ക്വാണ്ടം വെൽ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൽ എന്താണ്, ഡിസ്ക്രീറ്റ് സെറ്റ് ഓഫ് എനർജി സബ്ബാൻസ് ആണ് എന്ത്, നമ്മുടെ ഈ ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഹോൾസ് ഓക്യുപ്പൈ ചെയ്യാം. ഓൺലി എ ഡിസ്ക്രീറ്റ് സെറ്റ് ഓഫ് ഫ്രീക്വൻസീസ് ഓഫ് ലൈറ്റ് മേ ബി അബ്സോർബ്ഡ് ഓർ എമിറ്റഡ് ബൈ ദ സിസ്റ്റം. അപ്പം അങ്ങനെയുള്ളപ്പം ഒരു പെർട്ടിക്കുലർ സെറ്റ്, ഒരു ഡിസ്ക്രീറ്റ് സെറ്റ് ഓഫ് എനർജി ലൈറ്റ് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, നമ്മുടെ സിസ്റ്റം എമിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യുകയോ ചെയ്യത്തുള്ളൂ. വെൻ ആൻ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ഈസ് അപ്ലൈ, എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, ലോവർ എനർജിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അതുപോലെ ഹോൾസ് എങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും, ഹയർ എനർജിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഇപ്പോൾ നിങ്ങൾ ഈ ഫിഗർ ഇങ്ങനെ ഒന്ന് നോക്കിയാൽ മതി. ഇവിടെ തന്നെ നോക്കിയാൽ ഇപ്പം നമുക്ക് അവിടെ E1 E2 എന്ന് പറഞ്ഞാൽ രണ്ട് ലെവൽസ് കാണാം അല്ലേ. അതായത് എന്താ സംഭവിക്കുന്നത്, ഇലക്ട്രോൺസ് എങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു, ലോവറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു, അതുപോലെ ഹോൾസ് ഹയറിലേക്കും ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പോൾ രണ്ടും രണ്ട് സൈഡിലേക്ക് അങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അത് രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുന്നു. ആസ് എ റിസൾട്ട് ദ ചാൻസസ് ഓഫ് റീകോമ്പിനേഷൻ ബിക്കംസ് ലോ, റീകോമ്പിനേഷൻ ചെയ്യാനുള്ള ചാൻസസ് കുറയുന്നു. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, നമ്മുടെ ലൈറ്റിൻ്റെ ഔട്ട്പുട്ട്, അതായത് എമിഷനുള്ള ചാൻസസ്, എമിഷൻ ലൈറ്റും കുറയുന്നു. ഹെൻസ് ദ എനർജി ഷിഫ്റ്റ് ഈസ് മച്ച് ലാർജർ ഇൻ ക്വാണ്ടം വെൽസ് ദാൻ ദ ബൾക്ക് മെറ്റീരിയൽസ്. അപ്പോൾ ഈ ക്വാണ്ടം വെൽസിലാണ് ഇങ്ങനെയൊന്നും നടക്കുക. അപ്പം എനർജി ഷിഫ്റ്റ് എന്ന് പറയുന്നത് കൂടുതൽ ഇതിനകത്ത് സംഭവിക്കുക, ബൾക്ക് മെറ്റീരിയൽസിലായിരിക്കും സംഭവിക്കുക. അതായത് ക്വാണ്ടം കൺഫൈൻഡ് സ്റ്റാർക്ക് എഫക്റ്റ് എപ്പോഴും എന്തിനേക്കാളും ഹയർ ആയിരിക്കും, സ്റ്റാർക്ക് എഫക്റ്റിനേക്കാളും ഹയർ ആയിരിക്കും. ദിസ് എഫക്റ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ ഡിസൈൻ ഓഫ് എഫിഷ്യൻറ്റ് ലൈറ്റ് മോഡുലേറ്റേഴ്സ്. അപ്പോൾ ലൈറ്റ് മോഡുലേറ്റേഴ്സിൻ്റെ ഡിസൈനിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് എഫക്റ്റാണ്, ക്വാണ്ടം കൺഫൈൻഡ് സ്റ്റാർക്ക് എഫക്റ്റ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. The effect of external constant electric field F on the energy electron states of quasi-two-dimensional electron gases or quantum well structures is one of the most common definitions of the quantum confined stark effect. അതായത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ആപ്ലിക്കേഷൻ അനുസരിച്ച് എനർജി ഇലക്ട്രോണിലുണ്ടാവുന്ന ഓൺ ദ എനർജി ഇലക്ട്രോൺ
ഇലക്ട്രോണിലുണ്ടാവുന്ന ആ ചേഞ്ച്. ഓക്കെ, ഈ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിന് നമ്മുടെ എനർജി ഇലക്ട്രോണിലുണ്ടാവുന്ന ആ ഒരു ചേഞ്ചാണ് നമ്മുടെ ക്വാണ്ടം കൺഫൈൻഡ് സ്റ്റാർക്ക് ഇഫക്റ്റിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അണ്ടർ ദ ആപ്ലിക്കേഷൻ ഓഫ് സ്റ്റാറ്റിക് ഇലക്ട്രിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ടു ദ ക്വാണ്ടം വെൽ ലെയേഴ്സ്, ദ എനർജി ലെവൽസ് ആർ ഷിഫ്റ്റഡ് ഫ്രം ദ സീറോ ഫീൽഡ് പൊസിഷൻ ടു സീറോ ഫീൽഡ് പൊസിഷൻ. അതായത് ഒരു ക്വാണ്ടം വെൽ ലെയേഴ്സിന് നമ്മൾ പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മുടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? എനർജി ലെവൽസ് എങ്ങനെ ഷിഫ്റ്റ് ചെയ്യും? സീറോ ഫീൽഡ് പൊസിഷനിൽ നിന്നും ഷിഫ്റ്റ് ചെയ്യും. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ റിസൾട്ട് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഈ ഫിഗർ കിട്ടുന്നത്. അതായത് ഇവിടുന്ന് ഉണ്ടാവുന്ന EF എന്ന് പറയുന്ന പെർപെൻഡിക്കുലറായിട്ട് ഇതിനെ പെർപെൻഡിക്കുലറായിട്ട് കൊടുത്തു. അപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന ഷിഫ്റ്റ് അതിനനുസരിച്ച് നമുക്ക് ഫൈനലി കിട്ടുന്ന ക്വാണ്ടം കൺഫൈൻഡ് സ്റ്റാർക്ക് ഇഫക്റ്റിൻ്റെ ഫിഗറാണ് ഈ കാണുന്നത്. ഇനി there are two kinds of quantum confined stark effects in the quantum wells depending on the direction of applied electric field. ഇപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ അനുസരിച്ച് 2 ടൈപ്പ് ആണെന്നുള്ളത് ക്വാണ്ടം കൺഫൈൻഡ് സ്റ്റാർക്ക് ഇഫക്റ്റ്. ഫസ്റ്റ് വൺ പറയുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ, അതായത് അവിടെ F ഈസ് പാരലൽ ടു ഗ്രോത്ത് ആക്സിസ് ഓർ പെർപെൻഡിക്കുലർ ടു ദ ക്വാണ്ടം വെൽ ലേയേഴ്സ്. അതായത് ഏതാണ് ഗ്രോത്ത് ആക്സിസ്? ഇതാണ് നമ്മുടെ ഗ്രോത്ത് ലെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രോത്ത് ലെയറിന് പാരലായിട്ട് അല്ലെങ്കിൽ ക്വാണ്ടം വെല്ലിന് പെർപെൻഡിക്കുലർ ആയിട്ട്. അപ്പോൾ ഇതാണ് ഫസ്റ്റ്. അതിന് നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ എന്ന് പറയും. സെക്കൻഡ് വൺ വന്നിട്ട് ട്രാൻസ്വേഴ്സ് ആണ്. F ഈസ് പെർപെൻഡിക്കുലർ ടു ദ ഗ്രോത്ത് ആക്സിസ്. അപ്പം ഗ്രോത്ത് ആക്സിസിന് പെർപെൻഡിക്കുലർ, അതായത് ഇങ്ങനെയായിരിക്കും. പക്ഷേ പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്നതിൽ പറയുന്നുണ്ട് ദ ട്രാൻസ്വേഴ്സ് ഫീൽഡ് പ്രോബ്ലം ഈസ് സിമിലർ ടു ദ ബൾക്ക് പ്രോബ്ലം ആൻഡ് എക്സൈറ്റോണിക് ട്രാൻസിഷൻ ഡിസപ്പിയേഴ്സ് അറ്റ് ലോ ഫീൽഡ്. അപ്പോൾ സെക്കൻഡ് വൺ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ട്രാൻസ്വേഴ്സ് ഫീൽഡ് വരുന്ന അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ദാറ്റ് ഈസ് സിമിലർ ടു ബൾക്ക് പ്രോബ്ലം, ബൾക്കിലെ പ്രോബ്ലം പോലെ തന്നെയാണ്. അതുപോലെ അത് എന്ത് ചെയ്യും? ലോ ഫീൽഡിൽ ഡിസപ്പിയർ ചെയ്തു. അതുകൊണ്ട് നമ്മൾ അത്ര കാര്യമായിട്ട് അതിനെക്കുറിച്ച് പറയുന്നില്ല. നമ്മൾ പറഞ്ഞ ലോഞ്ചിറ്റ്യൂഡിനെ കുറിച്ചാണ്. The absorption edge shifts to lower energy as in the bulk problem. The study of the quantum confined stark effect when a constant longitudinal electric field F is applied to the quantum wells has attracted much attention both experimentally and theoretically, as it is important both for fundamental physics and in devices for optoelectronic applications. അപ്പോൾ നമ്മൾ ആ ഒരു ഇഫക്റ്റ് ക്വാണ്ടം കൺഫൈൻഡ് സ്റ്റാർക്ക് ഇഫക്റ്റ് എവിടെ യൂസ് ചെയ്യും? ഫണ്ടമെൻ്റൽ ഫിസിക്സിൽ മാത്രമല്ല നമ്മുടെ ഒപ്റ്റോ ഇലക്ട്രോണിക് ഡിവൈസസിൽ ആപ്ലിക്കേഷൻസിൽ നമ്മൾ അത് യൂസ് ചെയ്യാറുണ്ട്. The detailed knowledge of the electronic and consequently optical spectra in quantum wells is quite essential to understand their device applications. അപ്പോൾ the detailed knowledge of electronic and consequently optical spectra in quantum wells. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈസിൽ ആപ്ലിക്കേഷനിൽ എങ്ങനെ യൂസ് ചെയ്യാം എന്നറിയാൻ വേണ്ടി നമ്മൾ അതിൻ്റെ എന്ത് പഠിക്കണം? ഇലക്ട്രോണിക് അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ സ്പെക്ട്രൽ ഉണ്ടാകുന്ന, അതായത് ഈ ഒപ്റ്റിക്കൽ സ്പെക്ട്രൽ ഉണ്ടാകുന്ന ചേഞ്ചസ് എന്ന് വെച്ചാൽ അബ്സോർപ്ഷനിലും എമിഷനിലും ഉണ്ടാകുന്ന ചേഞ്ചസ്. അത് നമ്മൾ ഇതിനെ ബേസ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ദ തിയറിറ്റിക്കൽ ആൻഡ് എക്സ്പെരിമെൻ്റൽ മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ഫോർ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ക്വാണ്ടം കൺഫൈൻഡ് സ്റ്റാർക്ക് ഇഫക്റ്റ് ഇൻ ക്വാണ്ടം വെൽ മെറ്റീരിയൽസ് ആർ പ്രസൻറ്റഡ് ഇൻ മെനി പേപ്പേഴ്സ് ഇൻ ദ കണ്ടംപററി ലിറ്ററേച്ചർ ഓൺ ദ സബ്ജക്റ്റ്. അപ്പോൾ ഒരുപാട് റിസർച്ചസ് ഒക്കെ നടന്ന ഒരു ഏരിയ ആണ് ഈ ക്വാണ്ടം വെൽസിൽ ക്വാണ്ടം കൺഫൈൻഡ് സ്റ്റാർക്ക് ഇഫക്റ്റ് കൊണ്ടുണ്ടാവുന്ന ചേഞ്ചസും ഇഫക്ട്സും ഒക്കെ. ഇനി അതായത് അത് മെയിനായിട്ട് എങ്ങനെയാണ് എക്സ്പെരിമെൻ്റൽ ടെക്നിക്സിൽ യൂസ് ചെയ്തതെന്ന് പറയുന്നത്. സം ഓഫ് ദ എക്സ്പെരിമെൻ്റൽ ടെക്നിക്സ് എംപ്ലോയ്ഡ് ഇൻ മെഷർമെൻറ്റ് ഓഫ് ക്വാണ്ടം കൺഫൈൻഡ് സ്റ്റാർക്ക് ഇഫക്റ്റ് ആൻഡ് എനർജി ലെവൽ സ്റ്റാർക്ക് ഷിഫ്റ്റ് ഇൻ ക്വാണ്ടം വെൽസ് ആർ picosecond luminance absorption current spectroscopy, electro absorption, photoluminescence spectroscopy, electroreflectance and time resolved photoluminescence. അപ്പോൾ ഈ മെത്തേഡ്സ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് മെഷർ ചെയ്യുന്നത്? ഈ ക്വാണ്ടം കൺഫൈൻഡ് സ്റ്റാർക്ക് ഇഫക്റ്റിനെ നമ്മൾ മെഷർ ചെയ്യുന്നത്. അതായത് ക്വാണ്ടം വെൽസിലെ സ്റ്റാർക്ക് ഇഫക്റ്റിനെ മെഷർ ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ഡിവൈസസ് അല്ലെങ്കിൽ ഈ ടെക്നിക്സ് ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. The quantum confined stark effect is an entirely quantum mechanical effect and it cannot be explained classically. The quantum confined stark effect can be understood on the basis of the same formalism as the one discussed for the exciton and band-to-band transition in the absence of electric field, as long as
one can assume that the quantum well subband levels are reasonably confined states. അതായത് ഇതിൻ്റെ വേറൊരു, അതായത് നമ്മുടെ എക്സൈറ്റോണിൻ്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ നമുക്കിത് മനസ്സിലാക്കാമെന്നാണ് പറഞ്ഞത്. നിങ്ങൾക്ക് എക്സൈറ്റോണിൻ്റെ കേസ് എന്താണെന്ന് പറഞ്ഞിട്ടില്ല, അത് വെയിറ്റ് ചെയ്യുക. In principle, the quantum well states are quasi-bound states in the presence of an electric of the field with the wave function primarily peaked in the quantum well region. അതായത് ഒരു ക്വാസി ബൗണ്ട് സ്റ്റേറ്റ് പോലെ തന്നെയാണ് വിത്ത് അതിൻ്റെ വേവ് ഫംഗ്ഷൻ പീക്ക് ചെയ്യുന്നത് എവിടെയാണ്? ക്വാണ്ടം വെൽ റീജിയനിലായിരിക്കും പീക്ക് ചെയ്യുക. In the addressing exciton problem, one assumes that the subband states are localized in the well and the exciton can be made up of only confined states. അപ്പോൾ എക്സൈറ്റോണിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്, ആ പോയിന്റ് അവിടെ വിട്ടേക്കൂ. There are several effects that occurs in the presence of longitudinal electric field. അപ്പോൾ ഈ longitudinal electric field ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നെങ്കിൽ കുറേ കാര്യങ്ങൾ നമുക്ക് കൺസിഡർ ചെയ്യാനുണ്ട്. ഒന്ന്, the inter-subband separation changes. The field pushes the electron and hole function to opposite sides, making the ground state inter-subband separation smaller. അപ്പോൾ എന്താണ് സംഭവിക്കുക ഇവിടെ? ഓക്കെ, ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ ലെവൽസ് E1 എന്നുള്ളത് E2ലേക്ക് പോകുമ്പോൾ എന്താണ്? ഈ ഡിസ്റ്റൻസ് എന്ത് ചെയ്തു? ഡെൽറ്റ EC എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് അവിടെ എന്ത് ചെയ്തു? അത് കുറവായി അല്ലേ? അതേപോലെ തന്നെ താഴെയും കുറയും. അപ്പോൾ ലോഞ്ചിറ്റ്യൂഡിലാണെങ്കിൽ എന്താ സംഭവിക്കുക? ലോഞ്ചിറ്റ്യൂഡിലാണെങ്കിൽ സെപ്പറേഷൻ ചേഞ്ച് ചെയ്യും, അത് സെപ്പറേഷൻ സ്മോൾ ആകും. ദിസ് ഇഫക്റ്റ് ഈസ് ദ ഡോമിനൻറ്റ് ടേം ഇൻ ചേഞ്ചിങ് ദ എക്സൈറ്റോൺ റെസണൻസ് എനർജി. എക്സൈറ്റോൺ റെസണൻസ് എനർജി പറയുന്നതിൽ പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണത്. ഡ്യൂ ടു ദ സെപ്പറേഷൻ ഓഫ് ദ ഇലക്ട്രോൺ ആൻഡ് ഹോൾ വേവ് ഫംഗ്ഷൻ ദ ബൈൻഡിങ് എനർജി ഓഫ് ദ എക്സൈറ്റോൺ ഡിക്രീസസ്. അതുപോലെ ഹോളിൻ്റെയും ഇലക്ട്രോണിൻ്റെയും തമ്മിലുള്ള ആ ഒരു സെപ്പറേഷൻ കാരണം എന്ത് ചേഞ്ച് ചെയ്യും? ബൈൻഡിങ് എനർജി ഓഫ് ദ എക്സൈറ്റോൺ ഡിക്രീസ് ചെയ്യും. That means ground state exciton peak energy decreases without severe line broadening of the exciton resonance. When near band gap light is shown on the quantum well structure, excitons are formed between quantum well valence and conduction subbands. അപ്പോൾ അതായത് നമ്മൾ നിയർ ബാൻഡ് ഗ്യാപ്പിലുള്ള അങ്ങനെയുള്ള ലൈറ്റ്, അതായത് ഈ ബാൻഡ് ഗ്യാപ്പിനോട് അടുത്തുള്ള ലൈറ്റ്, അതായത് EG ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നാണല്ലോ, EG ലെസ് ദാൻ ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ലൈറ്റിൻ്റെ എനർജി ലെസ് ദാൻ EG ആണെങ്കിൽ എന്ത് ചെയ്യില്ല? അത് അബ്സോർബ് ചെയ്യില്ല, അതുപോലെ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യില്ല. സോ അതിന് നിയർ ആയിട്ടുള്ള എനർജിയുള്ള ലൈറ്റ് നമ്മൾ ഷോൺ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? എക്സൈറ്റോൺസ് ഫോം ചെയ്യും. ഇനി we shall be above all concerned with the lowest lying heavy hole and light hole excitons. അപ്പോൾ രണ്ട് ടൈപ്പിലുള്ള ലൈറ്റ് എക്സൈറ്റോൺസ് ഏതൊക്കെയാണ്? ലോവസ്റ്റ് ലൈൻ ഹെവി ഹോളും ലോവസ്റ്റ് ലൈൻ ഹെവി ഹോളും അതുപോലെ ലൈറ്റ് ഹോൾ എക്സൈറ്റോൺസ്. അങ്ങനെ രണ്ട് ടൈപ്സാണ് നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത്. ഇനി എന്താണ് എക്സൈറ്റോൺ എന്ന് പറയാം. However, the exciton association is considerably hindered by the conduction and valence potential barriers. In other words, the optical absorption near the band gap energy can be shifted to lower photon energies without destroying the strong excitonic features. The electric field as large as 500 kilovolt per centimeter can be applied to quantum well structures without destroying the excitonic binding. In semiconductor, quantum wells and SLs, sharp excitonic absorption peaks are clearly observed even at the room temperature. അപ്പോൾ സെമി കണ്ടക്ടേഴ്സിൽ നമ്മളതിൻ്റെ എന്ത് ചെയ്യുന്നില്ല, ടെമ്പറേച്ചർ ഒന്നും ചേഞ്ച് ചെയ്യാതെ തന്നെ റൂം ടെമ്പറേച്ചറിലും നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. നമ്മുടെ ക്വാണ്ടം കൺഫൈൻഡ് സ്റ്റാർക്ക് ഇഫക്റ്റ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ വേണ്ടി പറ്റും. When an electric field is applied perpendicular to the quantum well layers, the energy of the fundamental absorption edge shifts by a large amount without severe broadening of the excitation resonance. അപ്പോൾ നമ്മൾ പെർപെൻഡിക്കുലറിലായിട്ടാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ the energy of the fundamental absorption is shift by large amount without severe broadening of the excited resonance. പക്ഷെ നമ്മളിത് യൂസ് ചെയ്യുന്നില്ല, നമ്മൾ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള അധികം യൂസ് ചെയ്യുന്നില്ല. നമ്മൾ യൂസ് ചെയ്യുന്നത് എങ്ങനെയുള്ളതാണ്? പാരലൽ ഉള്ളതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്.
These properties enable one to utilize quantum wells for high performance room temperature optoelectronic device. അപ്പോൾ ഈ ഫീച്ചേഴ്സ് ഒക്കെ കാരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റൂം ടെമ്പറേച്ചറിലും ചേഞ്ചസ് സംഭവിക്കുന്നുണ്ട്. അതൊക്കെ കാരണം നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും, ഒപ്റ്റിക്കൽ ഡിവൈസിൽ, ഒപ്റ്റോ ഇലക്ട്രോണിക് ഡിവൈസിൽ, റൂം ടെമ്പറേച്ചറുള്ള ഡിവൈസിൽ നമ്മൾ ഇത് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. This improved excitonic stability, which leads to peaked structures in the absorption coefficient, is accompanied by a tunability of the excitonic resonance energy. The quantum confined Stark effect describes the effect of effect of an external electric field upon the light absorption spectrum or emission spectrum of a quantum well. അപ്പോൾ quantum confined Stark effect എന്തിനാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നതെന്ന് പറഞ്ഞത്, ഇലക്ട്രിക് ഫീൽഡിൻ്റെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ലൈറ്റ് അബ്സോർപ്ഷൻ സ്പെക്ട്രം അല്ലെങ്കിൽ എമിഷൻ സ്പെക്ട്രം ഉണ്ടാകുന്ന ചേഞ്ച് എന്തിൽ, ക്വാണ്ടം വെൽസിൽ. ഇൻ ദ ആബ്സെൻസ് ഓഫ് ഇതേ കാര്യം ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞാണല്ലോ. ഓക്കെ, വെൻ ആൻ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ഈസ് അപ്ലൈഡ് ദ ഇലക്ട്രോൺ ഷിഫ്റ്റ് ടു ലോവർ എനർജി ലെവൽസ്. This reduces the permitted light absorption or emission frequencies. Additionally, the external electric field shifts electron and holes to opposite sides of the wall, decreasing the overlap integral, which in turn reduces the recombination efficiency of the system. The spatial separation between the electrons and holes is limited by the presence of the potential barriers around the quantum well, meaning that excitons are able to exist in the system even under the influence of an electric field. The quantum confined Stark effect is used in quantum confined Stark effect optical modulators, which allow optical communications signals to be switched on and off rapidly. അപ്പോൾ ഈ ഇഫക്റ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ സിഗ്നൽസിൽ റാപ്പിഡ്ലി സ്വിച്ച് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും നമ്മൾ ഈ ഒരു ഇഫക്റ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്ത് ഡിവൈസ്, ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസിൽ നമ്മുടെ ഒപ്റ്റിക്കൽ മോഡുലേറ്റേഴ്സിൽ സിഗ്നൽസ് റാപ്പിഡ്ലി ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും നമ്മൾ ക്വാണ്ടം കൺഫൈൻഡ് സ്റ്റാർക്ക് ഇഫക്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. എങ്ങനെയായിരിക്കും ഒരു പറയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും, ലൈറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇലക്ട്രോൺസും ഹോൾസും ഓപ്പോസിറ്റ് സൈഡ്സിലേക്ക് പോകും. സോ ദാറ്റ് മീൻസ് എന്താ പറയുക, അവിടെ ഒരു ചാനൽ പോലെ ഒരു ക്രിയേറ്റ് ആയി അല്ലേ, അങ്ങനെയായിരിക്കും ഓഫ് ചെയ്യുക, അതുപോലെ തന്നെ ഓൺ ചെയ്യാനും. ഈവൻ ഇഫ് ക്വാണ്ടം ഒബ്ജക്ട്സ്, ഞാൻ രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡിഫറെൻറ്റ് ക്വാണ്ടം ഒബ്ജക്ട്സ്, വെൽസ് മാത്രമല്ല, ഡോട്ട്സ്, വയേഴ്സ്, ഡിസ്ക്സ്, അതുപോലെ ഒരുപാട് എണ്ണമുണ്ട്. emit and absorb light generally with higher energies than the band gap of the material. The quantum confined Stark effect may shift the energy to values lower than the gap. അപ്പോൾ എന്താണ് ചെയ്യുന്നത്, ഈ ഹയർ എനർജീസ് ഉള്ള എനർജി ഗ്യാപ്പിനേക്കാളും കൂടുതൽ എനർജിയുള്ള ലൈറ്റ് ആയിരിക്കും അബ്സോർബ് ചെയ്യുക. പക്ഷേ ക്വാണ്ടം കൺഫൈൻഡ് സ്റ്റാർക്ക് എഫക്റ്റ് എന്ത് ചെയ്യും, എനർജി ഗ്യാപ്പിനേക്കാളും ചെറിയതുള്ള അതിലേക്ക് കൺവേർട്ട് ചെയ്യും, ചേഞ്ച് ചെയ്യും. ദിസ് വാസ് എവിഡൻസ് റീസെൻ്റ്ലി ഇൻ ദ സ്റ്റഡി ഓഫ് ക്വാണ്ടം ഡിസ്ക് എംബഡഡ് ഇൻ ദ നാനോ വയർ. അബ്സോർപ്ഷൻ ഇൻ ക്വാണ്ടം വെല്ലാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. നേരത്തെ കാണിച്ച ഫിഗറിനാണ് കുറച്ചുകൂടെ, അതിനേക്കാളും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഫിഗറാണ് നേരത്തെ കാണിച്ചത്. ഉണ്ടോ, സെക്കൻഡ് ബിയിലാണ് ട്രാൻസ്വേഴ്സ് ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് വരുന്നത്. ആ ഫിഗറിൻ്റെ പൊസിഷൻ കൊണ്ടാണ് ഇത് ട്രാൻസ്വേഴ്സ് ആയിട്ട് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ക്വാണ്ടം കൺഫൈൻഡ് സ്റ്റാർക്ക് എഫക്റ്റ്. എന്താണ് സ്റ്റാർക്ക് ഇഫക്റ്റ്, ഒരു പെർട്ടിക്കുലർ പൊസിഷനിലുള്ള ക്വാണ്ടം വെൽസിൽ പറ്റുന്നതിനെയാണ് നമ്മൾ ക്വാണ്ടം കൺഫൈൻഡ് സ്റ്റാർക്ക് ഇഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് അപ്പോൺ ദ ആപ്ലിക്കേഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ദർ ഇസ് എ ചേഞ്ച് ഇൻ അബ്സോർപ്ഷൻ ആൻഡ് എമിഷൻ ഓഫ് ലൈറ്റ്. അതിനെയാണ് നമ്മൾ ക്വാണ്ടം കൺഫൈൻഡ് സ്റ്റാർക്ക് എഫക്റ്റ് എന്നതുകൊണ്ട് നമ്മൾ പറയുന്നത്.